മുബഷീർ പി അക്ബർ മലപ്പുറത്തു നിന്നും. മുബഷീർ, ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന സുപ്രധാനമായ പ്രഖ്യാപനം PV അൻവർ നടത്തിയിരിക്കുകയാണ്. UDF-ന് നിരുപാധിക പിന്തുണ എന്നും പറയുന്നു. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് എന്ന പേര് ഉയരുകയാണെങ്കിൽ പിന്തുണയില്ല എന്ന് കൂടി പറയുകയാണ്. റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന പേരിൽ VS ജോയുടെ പേരും ഉയർത്തിക്കാട്ടുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ UDF ആരെ നിർത്തണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ആ സ്ഥാനാർത്ഥി നിന്നാലുള്ള ഗുണഗണങ്ങൾ വിശദീകരിക്കുന്നു. അതൊരു ഡിമാൻഡായി UDF-ന് മുന്നിൽ അത് വരികയാണ്. നിലമ്പൂരിൽ ഇത് എങ്ങനെയാണ് രാഷ്ട്രീയമായി ഇതൊക്കെ പ്രതിഫലിക്കാനിരിക്കുന്നത്? ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ തന്നെ UDF-ലേക്ക് അൻവർ വരുന്നു എന്നുള്ള സൂചനകൾ കിട്ടിയപ്പോൾ തന്നെ എതിർ പ്രതികരണങ്ങൾ നടത്തി തുടങ്ങിയതാണ്. തീർച്ചയായും സ്മൃതി, നമുക്കറിയാം മലപ്പുറം ജില്ലാ കോൺഗ്രസിൽ നിന്ന് നിൽക്കുന്ന തർക്കങ്ങൾ അത് വളരെ തന്ത്രപരമായി PV അൻവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. വിശേഷം മലപ്പുറം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു ഘട്ടത്തിൽ തന്നെ ജില്ലയിൽ വലിയ തർക്കമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് DCC പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അപ്രതീക്ഷിതമായിട്ട് KC വേണുഗോപാലിൻ്റെയൊക്കെ തന്നെ പ്രതിനിധിയായി VS ജോയി ജില്ലാ പ്രസിഡന്റായി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു യുവമുഖം ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. ഇതിനെ ചൊല്ലി ആര്യാടൻ ഷൗക്കത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ പരിപാടികളൊക്കെ തന്നെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ടതാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നൊരു ചോദ്യം കോൺഗ്രസിൽ തന്നെ വളരെ സജീവമായി ഉയർന്നു കേൾക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ VS ജോയും അതിനുവേണ്ടി കുപ്പായം തയ്ച്ചു വെച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ തന്ത്രപരമായി ആ ഒരു കേന്ദ്രത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് അൻവർ ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു പോയിന്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അൻവർ പറഞ്ഞു വെക്കുന്ന പോയിന്റ് നമുക്ക് മുന്നിലുണ്ട്. VS ജോയി ആയിരിക്കും ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ നടക്കുകയാണെങ്കിൽ UDF-ന്റെ മികച്ച സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. അൻവർ ഇടതുപക്ഷവുമായി സഹകരിച്ചിരുന്ന സമയത്ത്, ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന VS ജോയിയും ആര്യാടൻ ഷൗക്കത്തിനെയൊക്കെ തന്നെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന വ്യക്തിയാണ്. കിൻഡർ ജോയി എന്നുള്ളതായിരുന്നു VS ജോയിയെ അൻവർ ആ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം UDF മുന്നണിയുടെ ഒരു പിന്തുണ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ നിലമ്പൂർ മണ്ഡലം ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി ഒരുങ്ങുമ്പോൾ VS ജോയിക്ക് ഒരു പിന്തുണ കൊടുക്കുന്നതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയുണ്ട്. അത് ആദ്യഘട്ടം മുതൽ തന്നെ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയായിട്ടുള്ള നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് മലയോര മേഖലയിൽ ക്രൈസ്തവ സഭകൾ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന വിഷയം തന്നെയാണ് വന്യമൃഗശല്യം എന്ന് പറയുന്നത്. ഈ പറയപ്പെടുന്ന വിഭാഗങ്ങൾ വളരെ സജീവമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വികാരി അച്ഛന്മാർക്കുൾപ്പെടെ ഇതിൽ വലിയ അതൃപ്തി ഉണ്ടെന്ന് അൻവർ തന്നെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സഭകളുടെ ഒരു ആവശ്യം പരിഗണിക്കാതെയായിരുന്നു അന്ന് തന്നെ ആ നിലയിൽ പോലീസ് കൈകാര്യം ചെയ്തത്, അറസ്റ്റ് ചെയ്തത്, പ്രതിഷേധത്തെ അടിച്ചമർത്തി എന്നുള്ളതായിരുന്നു മണിയുടെ മരണത്തിനു ശേഷം അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ക്രൈസ്തവ സഭയുടെ ഒരു പ്രതിനിധിയായി അത്തരം സംഘടനകളുമായി വലിയ ബന്ധമുള്ള വ്യക്തിയാണ് VS ജോയി എന്ന് അൻവർ പറയാതെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പിന്തുണ ലഭിക്കുന്ന ഒരാളായിട്ട് VS ജോയി മാറുമെന്നൊരു വിലയിരുത്തൽ കൂടി അൻവറിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ അൻവറിനെതിരെ ഏറ്റവും അധികം രാഷ്ട്രീയ പ്രത്യാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി മറുഭാഗത്ത് നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്താണ്. 30 വർഷത്തോളം കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്നത്. ആര്യാടൻ മുഹമ്മദ് അടക്കി വാണിരുന്ന മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പ്രതിനിധിയായി മത്സരിച്ച ഘട്ടത്തിലാണ് ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് മണ്ഡലം നഷ്ടപ്പെടുന്നത്. ഇടതുമുന്നണി വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ട് കോൺഗ്രസിന് സീറ്റ് നേടിക്കൊടുക്കാൻ സാധിക്കാത്ത ഒരു വലിയ വിമർശനം ആ ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. പിന്നീട് ഇവിടുന്നും കൊണ്ട് അദ്ദേഹം തുടർച്ചയായി 2 തവണ ജനപ്രതിനിധിയായപ്പോൾ അൻവറിനെതിരെ ഏറ്റവും അധികം ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, കടന്നാക്രമണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് കൂടിയാണ് ആര്യാടൻ ഷൗക്കത്തിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് വളരെ തന്ത്രപരമായി VS ജോയിയുടെ ഒരു പേര് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അൻവർ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിൽ ഒരു തർക്കവും നിലനിൽക്കുന്നില്ല. നിലമ്പൂരിലാണെങ്കിലും പുറത്തൊക്കെ തന്നെയാണെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞാനും VS ജോയും എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു വെക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ആരാണെന്ന ചോദ്യം, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് എവിടെയാണെന്ന PV അൻവറിന്റെ ചോദ്യത്തിന് അത് ജനങ്ങൾക്കറിയാമെന്നുള്ളതായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ തർക്കങ്ങൾ ഈ നിലമ്പൂർ കേന്ദ്രീകരിച്ച് കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്നു. അതിന് അൻവർ തന്നെ തിരികൊളുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ക്രിസ്ത്യൻ വിഭാഗത്തെ തന്നെ ആകെ തന്നെ ബുദ്ധിമുട്ടിലാക്കിയൊരു വിഷയമാണ്. അതിൽ സഭകൾ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് സർക്കാർ വിരുദ്ധ നിലപാടാണ്. അതിൽ കൃത്യമായി UDF ഒരു നീക്കം നടത്തി സഭകളെ പിന്തുണ നേടുന്ന നടപടികളിലേക്ക്, നീക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ലീഗുമായിട്ട് തന്നെ സഭാ പ്രതിനിധികൾ നടത്തുന്ന ചർച്ചകളും ഒരു ഐക്യപ്പെടലിന്റെ സൂചനയായി ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. അതിനിടയ്ക്കാണ് ഈ കാര്യം കൂടി ഉയർന്നു വരുന്നത്.